അതെ, തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ വരിക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാതെ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിൽ ഒരുപാട് വിശ്വാസമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അവകാശം നിറവേറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ അഭിപ്രായം പറയാറുള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യത്തെ മുനിസിപ്പൽ ഇലക്ഷന് വോട്ട് ചെയ്ത് തന്നെ ആരംഭിക്കാം. എന്ത് തിരക്കാണെങ്കിലും ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് എത്തുക എന്നുള്ളത് ആദ്യം തന്നെ പ്ലാനിലുണ്ടായിരുന്നതാണ്. പിന്നെ ചെറുപ്പം മുതലേ ആണെങ്കിലും ഞാൻ കണ്ടു വളർന്നതുമൊക്കെ എൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നതുമൊക്കെ ഈ ഇലക്ഷനും രാഷ്ട്രീയവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് എനിക്ക് നന്നായി അറിയാം. അതെ, ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത അതാണ്. എൻ്റെ കൂടെ കളിച്ചു വളർന്നവരാണ് ഇലക്ഷൻ നിൽക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങളും എല്ലാവരും വളർന്നതും മെച്ചോർഡായതും ഒക്കെ തിരിച്ചറിയുന്ന ഒരു അവസരം കൂടിയാണിത്. മറ്റൊരു കാര്യം ഈ സമയത്ത് ചോദിക്കേണ്ട കാര്യം കൂടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം സുപ്രധാന ഒരു കോടതി വിധി വന്നിരുന്നു നടിയെ ആക്രമിച്ചിട്ടുള്ള കേസിൽ. എങ്ങനെയാണ് ആദ്യം പ്രാഥമിക വിധി നോക്കിക്കാണുന്നത്? എങ്ങനെയാണ്? അല്ല, വിധി എന്താണെങ്കിലും കോടതി വിധിയാണ്. കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുന്നതിനോടും എത്രത്തോളം എന്താ പറയുക, എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞാൽ ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണം എന്നുള്ളത്. പക്ഷെ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ശക്തമായ നിലപാടെടുത്തതാണ്, അതിജീവിതയ്ക്ക് ഇപ്പം ഉറച്ചു നിന്നതാണ്. അപ്പോൾ ആ ഒരു പിന്തുണ ഇപ്പോഴും പിന്നെ ഏത് സമയത്തും അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്. തീർച്ചയായും പിന്തുണയുണ്ട്. ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. തീർച്ചയായിട്ടും ഇല്ല, സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും യാത്രയിലായിരുന്നു, നേരെ തൊടുപുഴയിലേക്ക് വരുമായിരുന്നു. ഇല്ല, ആരും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഞാൻ എന്നിലൂടെ പറയുന്നതിനേക്കാൾ നല്ലതാണ്. ശക്തമായ ഒരു നിലപാട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് വാർത്താക്കുറിപ്പിൽ കൂടെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് എക്സിക്യൂട്ടീവിന് ശേഷം. അപ്പോൾ ശക്തമായ പ്രതികരണങ്ങൾ എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമുക്കറിയാം, വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ടോപ്പിക്കുമാണ്, ഒരു കേസുമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം. അപ്പോൾ പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല. അപ്പോൾ എന്താണോ പറയാനുള്ളതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി പറയാന്നുള്ളത്. ഹയർ അപ്പീൽ സർക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം പൂർണ്ണമായ നീതി ലഭ്യമായിട്ടില്ല എന്നുള്ളൊരു റീഡിംഗ് ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കില്ല സർക്കാർ ഇപ്പോൾ ഹയർ അപ്പീൽ പോകാൻ തീരുമാനിക്കുന്നത്? ആയിരിക്കും. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കാനുള്ള അമ്മയിലേക്ക് ഉടനെ തിരിച്ചെടുക്കുന്ന സൂചനകൾ വരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.